നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡി ബ്രൂയ്നയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന വർഷമാണ് അവസാനിക്കുക. ഈ കരാർ പുതുക്കാൻ ഇതുവരെ ഡി ബ്രൂയ്ന തയ്യാറായിട്ടില്ല. അദ്ദേഹം ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ വളരെയധികം സജീവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് റൂഡി ഗലേറ്റി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഡി ബ്രൂയ്ന സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഇത്തിഹാദുമായി വെർബൽ അഗ്രിമെന്റിൽ എത്തി പേഴ്സണൽ ടേംസ് ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് അടുത്ത സീസണിൽ ഡി ബ്രൂയ്ന സൗദി അറേബ്യയിൽ കളിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ വർദ്ധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, അൽ ഇത്തിഹാദ് വളരെ കാലമായി, ഈ ഒരു വർഷത്തോളമായി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ താരത്തിന്റെ കാര്യത്തിൽ ഫലം കണ്ടിട്ടുണ്ട്. ഇനി അൽ ഇത്തിഹാദ് മാഞ്ചസ്റ്റർ സിറ്റിയുമായാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. സിറ്റി നേരത്തെ തന്നെ താരത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അതായത് കോൺട്രാക്റ്റ് പുതുക്കാൻ, അതല്ലെങ്കിൽ ക്ലബിൽ തുടരാൻ ഡി ബ്രൂയ്ന താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ വിറ്റ് ഒഴിവാക്കാനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു തീരുമാനം. പക്ഷേ ചെറിയ തുകക്കൊന്നും വിൽക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അനുയോജ്യമായ ഒരു വലിയ ഓഫർ വന്നാൽ മാത്രമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഈ സൂപ്പർ താരത്തെ കൈവിടുക. അതായത് അൽ ഇത്തിഹാദ് നല്ലൊരു തുക താരത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ഡി ബ്രൂയ്നയെ മാഞ്ചസ്റ്റർ സിറ്റി വിൽക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി സിറ്റിയുമായാണ് ഈ ക്ലബിന് കരാറിൽ എത്തേണ്ടത്. നമുക്കറിയാം, 2015 ഡി ബ്രൂയ്ന മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തിയത്. അതിനുശേഷം ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 6 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 5 ലീഗ് കപ്പ്, 2 FA കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്, UEFA സൂപ്പർ കപ്പ് എന്നിവയൊക്കെ തന്നെയും ഡി ബ്രൂയ്ന മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ പരിക്ക് കാരണം ഏറെ കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. 26 മത്സരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ കഴിഞ്ഞിരുന്നത്. 6 ഗോളുകളും 18 അസിസ്റ്റുകളും അദ്ദേഹം ഈ ഒരു മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. താരത്തെ നഷ്ടമാവുകയാണെങ്കിൽ അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.